Hello, my dears. Hello, Happy New Year. Happy New Year. അപ്പോൾ Welcome to our new video. എല്ലാവർക്കും ക്രോൺ കപ്പിളിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതാണ്, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ 2025 എൻ്റർ ചെയ്തത് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നിങ്ങളാണല്ലോ നമ്മളെ ഈ ഒരു ലെവലിൽ എത്തിച്ചത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഏപ്രിൽ മാസം മുമ്പ് 1-2 വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വീണ്ടും ഒന്നുകൂടെ നമ്മളൊന്ന് ഓർപ്പിക്കുകയാണ്. ഏപ്രിൽ മാസമാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ പാട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ചാനൽ തുടങ്ങിയത്. പക്ഷേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പാട്ട് സോങ്സ് അങ്ങനെ ഷൂട്ട് ചെയ്തിടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ അഡീഷണലി വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് നമ്മൾ ഈ ഡെയിലി വ്ളോഗ്സിലോട്ടും ഫൺ വീഡിയോസിലോട്ടൊക്കെ നമ്മൾ എത്തിയത്. അത് പിന്നെ നമ്മുടെ ഒരു രീതിയായിട്ട് മാറി. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മന്തിൽ തുടങ്ങി നമ്മൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് നമ്മൾ വീഡിയോ ഇടുന്നത്. വീഡിയോ ആദ്യം ഇട്ടത് ഷോർട്സ് ആണ്. അന്ന് നമ്മൾ ഈ ഡബ് വീഡിയോസ് ഒക്കെ എടുത്ത് ചുമ്മാ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട നമ്മൾ അതേ സോങ്സ് എടുത്ത് ഇതിനകത്ത് വീഡിയോ ആയിട്ട് ഇട്ട് തുടങ്ങി. അപ്പോഴാണ് നമുക്ക് നല്ല റെസ്പോൺസ് വന്നു. അതെ, അപ്പോൾ പക്ഷെ പാട്ടുകൾ 1 മിനിറ്റ് ഉള്ള സോങ്സ് ആണ്. നമ്മൾ ഇൻസ്റ്റയിൽ വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുമല്ല അതെല്ലാം വേർട്ടിക്കലും ആയിരുന്നു. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈമും കുറവാണ്. അപ്പോൾ ഈ ടൈമിൽ പൊയ്ക്കൊണ്ടിരുന്നത് നമുക്ക് വാച്ച് ടൈം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുത്തപ്പോഴാണ് പിന്നെ ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ലോങ് വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബറിൽ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാച്ച് അവർ എന്ന് പറയുന്നത് ഏകദേശം 500 മണിക്കൂറാണ്, 500 hours ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴേക്കും 4000-ന് മുകളിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും എന്നുള്ളതാണ്. ഇൻ 360 days, അതാണ് ലാസ്റ്റ് 365 days, 1 ഇയറിലെ കണക്ക്. അപ്പോൾ നമുക്കത് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒക്ടോബറിലാണ് നമ്മൾ ഈ വെർട്ടിക്കൽ വീഡിയോസ് ഇട്ടിട്ട് തുടങ്ങി. അപ്പോൾ മന്ത്ലി ഒരു 8 വീഡിയോസ് ഒക്കെ വെച്ച് നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞ് ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. നമ്മൾ ട്രിപ്പും അതേപോലെ അല്ലാതെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ നമ്മുടെ പാട്ടിന്റെ ഒരു മാഷപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്ത്. അപ്പൊ അത് കയറി ഒരു വീഡിയോ ക്ലിക്ക് ആയപ്പോഴത്തേക്കാണ് നമുക്ക് വാച്ച് അവർ കൂടാനും, അത് നമ്മൾ റെഗുലറായിട്ട് ഇടുമ്പോഴാണ് ആ ഒരു വീഡിയോ നല്ല റീച്ച് പോകുന്നതും ഒത്തിരി പേര് കാണാനും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അനലൈസ് ചെയ്ത് അവര് ആ ഒരു റീച്ച് എത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഡിസംബറിൽ തന്നെ ഈ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു കാര്യം പൂർത്തിയാക്കാൻ പറ്റും. നമ്മൾ ഇത്രയും ഡിസ്ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ അഡ്രസ് വെരിഫിക്കേഷൻ കൂടെ കഴിഞ്ഞു, എന്നിട്ട് എല്ലാവരും അറിയിക്കാം എന്നുള്ളൊരു പ്ലാൻ. ഫസ്റ്റ് പേയ്മെന്റ് ത്രെഷോൾഡ് എന്ന് പറയുന്നത് $10 എത്തുമ്പോഴാണ് നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഗൂഗിൾ തന്നെ പിൻ നമ്പർ അയച്ചു തരും. അപ്പൊ പിൻ നമ്പർ നമ്മളെ കൈ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എല്ലായിടത്തും ഡിസ്ക്ലോസ് ചെയ്തത്. നമ്മൾ ഈ വിവരം പറഞ്ഞിട്ടൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫസ്റ്റ് ആദ്യമായിട്ടാണ് നമ്മൾ ലൈവ് വന്നത്. അപ്പൊ അതിന് നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് അതിന്റെ കാര്യം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ വീഡിയോസ് അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ പറഞ്ഞു വരുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള 5 കാര്യങ്ങൾ. ഈ ഒരു ചെറിയൊരു കാലയളവ്, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം കൊണ്ട് നമ്മൾ മോണിറ്റൈസ് ആയെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്തത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, അതൊരു സൈഡായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കുക, റെഗുലർ ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഷോർട്സ് ആയിരുന്നാലും നമ്മൾ ഇടുന്ന ഒരു ടൈം, നമ്മൾ ഇടുന്ന ഒരു ആൾട്ടർനേറ്റ് ഡേയ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഇടുന്നെങ്കിലോ എപ്പോഴും ഏകദേശം ഒരു ടൈം കീപ്പ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അവരെപ്പോഴാണ് കൂടുതൽ ഫ്രീ ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ടൈം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിട്ടിരിക്കണം. അതുപോലെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ YT സ്റ്റുഡിയോ ഇപ്പൊ 1-2 ആൾക്കാർ നമ്മൾ മോണിറ്റൈസ് ആയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചതാണ്, എങ്ങനെയാ നമ്മുടെ വാച്ച് ടൈം ഒക്കെ കാണുന്നത്. കുറെ പേരൊന്നും വിശ്വസിച്ചിട്ടില്ല, നമ്മുടെ ഫ്രണ്ട്സ് കുറെ പേര് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ശരിയാവും, കാര്യം 1-2 വർഷം ആയവരുണ്ട്, 6 വർഷമായ 1-2 പേരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒരു ഭാഗ്യം കൂടെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ പക്ഷെ ചെയ്തോണ്ടിരുന്നത് ഒരു ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഫുൾ ടൈം ഫോണിലായിരുന്നു.
അതാണ് നമ്മൾ ചെയ്ത ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. കാര്യം അത്രയും നമ്മൾ വീഡിയോ ഇടാനും അതിനെ അനലൈസ് ചെയ്യാനും നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇതേന്ന് പറഞ്ഞ് കുറച്ചു നാള് നിന്നായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയത്. YT സ്റ്റുഡിയോ അറിയാത്ത ആൾക്കാരുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ YT സ്റ്റുഡിയോയിൽ കയറി തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതൊരു കാര്യം. പിന്നെ അതിനകത്ത് തന്നെ എല്ലാ അനലിറ്റിക്സും നമുക്ക് കിട്ടും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരാണെന്നും അവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണെന്നും, ഒരു മെയിലാണോ ഫീമെയിൽ ആണോ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമ്മളൊരു 5 വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊരു റിപ്പോർട്ട് വരും. അപ്പൊ ആ റിപ്പോർട്ട് ഫോളോ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഇടാൻ. നമ്മുടെ ഇപ്പോൾ കപ്പിൾ ചാനലാണ്. കപ്പിൾ ചാനൽ ആണെങ്കിൽ നമ്മുടെ ഷോർട്സ് എന്ന് പറയുന്നത് കോമഡിയും അല്ലാതെ സോങ് എന്റർടൈൻമെന്റിലും വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന ആൾക്കാരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് കൂടുതൽ വരുന്ന ടൈം നമ്മുടെ അൽഗോരിതം അതെല്ലാം ഈ YT സ്റ്റുഡിയോക്കകത്ത് റിപ്പോർട്ടായിട്ട് നമ്മളെ കാണിക്കും. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും. റെഗുലറായിട്ട് ഇടണം. ഷോർട്സ് ആണെങ്കിൽ ഡെയിലി ഒന്ന് വെച്ചിടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അത് ഒരേ ടൈമിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഏത് സമയം ആക്റ്റീവ് ആവും എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും. അതേപോലെ ബാക്കിയുള്ളവരിലേക്ക് റീച്ച് എത്തിക്കും. രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ആരെയും പറഞ്ഞ് സബ്സ്ക്രൈബ്, നമുക്കൊരു ചാനലുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആരെയും കൊണ്ടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. അതെ, നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരിക്കും റെഗുലർ ആയിട്ട് നമ്മുടെ ചാനൽ കാണുന്നത്. ഇനി നമ്മുടെ എത്ര അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർ നമ്മൾ പറയുമ്പോഴത്തേക്ക് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും, ചുമ്മാ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ അത് സ്പാം ആയിട്ട് പോകും, നമുക്കത് യൂസ് ആവത്തില്ല. അപ്പോൾ എപ്പോഴും വീഡിയോ നിങ്ങൾ പറയുന്നെങ്കിൽ പോലും ചാനലിൻ്റെ പേര് മാത്രം പറഞ്ഞു കൊടുക്കുക. ലിങ്ക് എടുത്ത് ഒരു സ്ഥലത്ത് ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇട്ട് ലിങ്ക് എടുത്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇടുക, അല്ലാതെ ചാനലിൻ്റെ ലിങ്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയരുത്. അതുപോലെ തന്നെ ഈ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കുറേ സബ്സ്ക്രൈബേഴ്സിന് തരാം, കുറച്ച് വാച്ച് ടൈം തരാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് മെസ്സേജ്. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങനെയുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഏതെങ്കിലും വഴിയിലേക്ക് നമുക്ക് കമൻ്റ് ആയിട്ടോ എങ്ങനെയെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതിലൊന്നും അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, ഉടായ്പൊന്നും കാണിക്കാതിരിക്കും. അപ്പോൾ വാച്ച് ടൈം കൂട്ടിത്തരാമെന്നും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തരാമെന്നും പറഞ്ഞ ആൾക്കാർ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഉപകാരം മാത്രം എന്നേ ഉള്ളത്. കംപ്ലീറ്റ് ആയിട്ട് സ്പാം ആവും. അത് നമുക്കൊരു യൂട്യൂബിലൊരു ഗ്രോത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ പുറകെ നമുക്ക് തന്നെ മോണിറ്റൈസ് ആയതിനു ശേഷം ഒരു 11 സബ്സ്ക്രൈബേഴ്സോളം ഒറ്റ അടിക്കങ്ങ് പോയി. അപ്പൊ നമുക്ക് ഈ ചാറ്റ് സപ്പോർട്ടിൽ സംസാരിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് സ്പാം ആയതാണ്. കാണുന്നില്ല. ഏകദേശം നമ്മൾ 1100 അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10% നമുക്ക് 1% മാത്രം നമുക്ക് സ്പാം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഒരു സ്പാം നമ്മള് അത് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല. നമ്മുടെ വീഡിയോസ് വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ നമ്മളെ ഫോളോ ചെയ്യാത്ത ആൾക്കാരെല്ലാം യൂട്യൂബ് തന്നെ സ്പാം ആക്കുന്നു. അതേപോലെ ആ ചാനൽ ഡിലീറ്റ് ചെയ്ത അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പാം ആയിട്ട് പോകും. അതേപോലെ വാച്ച് അവറും അതേ കണക്ക് തന്നെ. നമ്മൾ ഒരു സിസ്റ്റം ഇപ്പം നമ്മൾ തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് 2-3 സിസ്റ്റത്തിൽ നിന്ന് ഒരുമിച്ച് കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല, ആ വാച്ച് അവർ നമുക്ക് കിട്ടത്തില്ല. കാര്യം സെയിം. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്നാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ തന്നെ വേറെ 1-3-4 അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് വീഡിയോസ് കണ്ടിട്ടിരുന്ന അതെല്ലാം സ്പാമിൽ പോകത്തേ ഉള്ളൂ. അതേപോലെ സ്പാം കമൻറ്റുകളും ഉണ്ട്. ചുമ്മാ വീഡിയോ കാണാതെ ഒരു 5 മിനിറ്റ്സ് പോലും വീഡിയോ കാണാതെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം സ്പാമിൽ പോകും. അപ്പൊ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആരെയും പറഞ്ഞ് ചെയ്യിക്കാതിരിക്കുക. വരും, ഉറപ്പായിട്ടും വരും. നമ്മൾ തന്നെ പ്രതീക്ഷിച്ചില്ല. നമുക്ക് 1 ഇയറിൽ നെക്സ്റ്റ് ഏപ്രിൽ വരെ 2025 ഏപ്രിൽ വരെ നമുക്ക് സമയമുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനും 4000 വാച്ച് അവർ ആവാനും നമുക്ക് സമയമുണ്ട്. പക്ഷെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ഒരു നവംബറിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വാച്ച് അവർ ഡിസംബറിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും നേരത്തെ നമുക്ക് ആ ഒരു നേട്ടം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. അത് ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്ന ജെന്യുവിൻ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തന്ന ഒരു അംഗീകാരമാണത്. പിന്നെ അതൊരു ഉത്തരവാദിത്വമായിട്ട് ഇപ്പോൾ കരുതുന്നു. കൂടുതൽ എൻ്റർടൈൻ ചെയ്യാനും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഉടനെ തന്നെ ശ്രമിക്കും. നമ്മുടെ പാട്ട് നല്ല ഡിലേ ആവുന്നതിന് ഒരുപാട് പേര് സംസാരിക്കുന്നു. ഒരുപാട് നമ്മളത് കാണുമ്പോഴൊക്കെ സംസാരിക്കുന്നുണ്ട്, പാട്ട് കാണുന്നില്ല, അങ്ങനെ നമ്മളെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ ഒരു സന്തോഷം. കുറച്ച് ഈ ക്ലൈമറ്റ് മാറിയതിന്റെ ഡിസംബറിലേക്ക് വരുമ്പോഴത്തേക്ക് എപ്പോഴും ഉള്ള ഒരു ത്രോട്ട് ഇൻഫെക്ഷനും ജലദോഷം മാറി ഒരു സെറ്റ് വന്നു പോയി ഇപ്പതാ വീണ്ടും വന്നിട്ട് എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് വീണ്ടും വയ്യാതാവും. പിന്നെ നമ്മള് ഫ്രീ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എഡിറ്ററിന് പുള്ളിക്കാരന് കുറച്ച് തിരക്കാവും. അപ്പൊ അത് കാരണം കംപ്ലീറ്റ് ആയിട്ട് ഉടനെ തന്നെ പുതിയ ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സോങ്സ് ഉണ്ട്. അതെല്ലാം ഇനി ഉടനെ തന്നെ വരും.
പിന്നെ അടുത്ത നാലാമത്തെ പോയിന്റ് പറയാം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ തംബ്നെയിലാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴും വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു ഗുഡ് ക്വാളിറ്റി തംബ്നെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു റീച്ചിലെത്തും. അതേപോലെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടനെ തന്നെ അതങ്ങ് പബ്ലിക് ആക്കരുത്. പബ്ലിക് ആക്കാതെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അനലൈസ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക. നമ്മൾ ഇപ്പൊ ടാഗും ഡിസ്ക്രിപ്ഷനും എല്ലാം കൊടുത്തിട്ട് ഒരു 3 hours മുമ്പെങ്കിലും മിനിമം വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ആൽഗരിതം വർക്ക് ചെയ്തിട്ട് മാക്സിമം റീച്ച് എത്തിക്കാൻ യൂട്യൂബ് തന്നെ ശ്രമിക്കും എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും കുറച്ചു നേരം മുന്നേ ഷെഡ്യൂൾ വെച്ച് നമ്മളതും റീച്ച് കിട്ടാത്ത വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോ മനസ്സിലാവും. നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു 100 വ്യൂസ് കിട്ടുന്നതന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതിൽ നിന്ന് കിട്ടുന്ന അവേഴ്സ് എന്ന് വെച്ചാൽ ഈ 100 പേര് മൊത്തത്തിൽ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. വ്യൂസ് ഇപ്പൊ ഒരു വീഡിയോക്ക് 1000 വ്യൂസ് ഉണ്ട്, പക്ഷെ അതിനകത്ത് അത് കണ്ടിരിക്കുന്നത് 2 മണിക്കൂറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗമില്ല. അതിനേക്കാളും വ്യൂസിനെക്കാളും നമുക്ക് ഈ കണ്ട 100 പേര് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക്. അപ്പൊ ഈ 1000 സബ്സ്ക്രൈബേഴ്സിൽ 100 പേരെങ്കിലും നമ്മളെ വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. അപ്പോ മാത്രമല്ല ഈ തംബ്നെയിലിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, വീഡിയോയിലും. ഇപ്പോൾ നമുക്ക് ഈ വാച്ച് അവർ കിട്ടാനായിട്ട് എന്തെങ്കിലും വീട്ടിലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബറിന്റെ വീഡിയോ ആണ്, അരമണിക്കൂറുള്ള വീഡിയോ ആണ്. അവരുടെ വീട്ടിലെ ഒരു പൂച്ചക്കുട്ടിയും ഒരു പപ്പിയും രണ്ടുപേരുടെ ഉള്ള ഒരു വീഡിയോ, കണ്ടിന്യൂസ് അരമണിക്കൂർ. അതിനകത്ത് ഒരു പാട്ടോ ഒരു സംസാരം ഒന്നുമില്ല, അത് മാത്രം റെക്കോർഡ് ചെയ്ത് ഇട്ടിരിക്കും. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിയില്ലാത്ത ഒരു ആളല്ല. യൂട്യൂബ് എന്ന് പറയുന്നത് അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഒരു വാക്ക് വരെ അനലൈസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ വിചാരം ഇപ്പൊ നമ്മള് കുറെ വീഡിയോ ഇടുന്നതല്ലേ അവരും നോക്കത്തില്ല എന്നാണ്. പക്ഷെ തേർഡ് പാർട്ടി വെച്ച് നമ്മുടെ ഓരോ ചാനലിനും അവർ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 5 days കൂടുതൽ എടുത്തല്ലേ. അത് സോങ് ആയതുകൊണ്ടാണെന്നാ പറയുന്നത്. 1 വീക്കിന് മുകളിലെടുത്തു ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് വരാൻ തന്നെ. അവരെല്ലാ സോങ്സ് ആയതുകൊണ്ട് കോപ്പിറൈറ്റ് കംപ്ലീറ്റ് അവർ ചെക്ക് ചെയ്യും. അപ്പൊ അതുപോലെ ഈ വീഡിയോസ് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലെ CCTV ഫുട്ടേജ്, അരമണിക്കൂർ വരുന്ന ഫുട്ടേജ്, അത് മാത്രം എടുത്ത് യൂട്യൂബിൽ ഇട്ടിരിക്കുന്നു. വെറുതെ അങ്ങനെ ഒരു ഇത് ചെയ്യരുത്, ദയവായിട്ട് അങ്ങനെ ഇത് ചെയ്യരുത്. അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന ഒരു ഇതായിപ്പോ. വാച്ച് ടൈം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കിട്ടുക എന്നല്ല, അത് ജെന്യുവിനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് ടൈം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അല്ല, നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ എല്ലാരും ഇത്രയും ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് എന്റർടൈൻമെന്റോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വീഡിയോ യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ അല്ലേ. കോവിഡ് ടൈമിൽ തുടങ്ങിയ യൂട്യൂബേഴ്സ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത്. അന്നത്തെ ഒരു യൂട്യൂബിന്റെ വ്യൂ രീതിയല്ല ഇപ്പൊ. ഇപ്പൊന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, നമ്മൾ എന്റർടൈൻ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ജോലി കിട്ടിയ പോലെ തന്നെ നമ്മൾ ഏറ്റെടുത്ത് ഉത്തരവാദിത്തത്തോടെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ഏർണിങ്സും കിട്ടത്തുള്ളൂ, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റും ഉണ്ടാവത്തുള്ളൂ. തുടങ്ങിയ സമയത്ത് ഇതിനൊരു സൈഡ് ജോബായിട്ട് കരുതണമെന്നോ അല്ലെങ്കിൽ ഇതിന് ഏർണിങ്സ് വേണമെന്നോ ഒന്നും വിചാരിച്ചല്ല തുടങ്ങിയത്. അതെ, നമുക്ക് ഇങ്ങനെ എത്താൻ പറ്റും നമ്മൾ ചിന്തിച്ചതും ഇല്ല. നമ്മൾ രണ്ടുപേരും പണ്ട് മുതലേ സ്കൂൾ ടൈം മുതലേ പാട്ട് പാടുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മൾ കുറെ നാൾ പാടാതിരുന്നപ്പോഴത്തേക്ക് നമ്മളെ കാണുന്ന ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും ചോദിച്ചു തുടങ്ങി, നിങ്ങളെ പാട്ടൊക്കെ വിട്ടാം. അങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോയി, എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടണമല്ല, പറ്റണ ഒരു കഴിവുകൾ തുടർന്ന് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ കവർ സോങ്സ് നമ്മളൊരു JBLന്റെ സ്പീക്കറും 2 മൈക്കും ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാട്ടോ. കിരൺ ഗിഫ്റ്റ് തന്നതാണത്. അപ്പൊ അതുപോലെ സ്പീക്കറും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ വീണ്ടും ഈ കരോക്കെ ട്രാക്ക് സോങ്സ് എല്ലാം നമ്മൾ പാടി തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കവർ സോങ്സ് പാടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ വന്നു. അത് കുറച്ച് ക്ലിക്കായി തുടങ്ങിയപ്പോൾ കുറേ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനലോട്ട് എത്തുന്നത്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല ഇത് ഒൺസ് ഇത് മോണിറ്റൈസ് ആവുമെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏർണിങ്സ് കിട്ടുമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ച കാര്യമല്ല. അത് വളരെ ഷോർട്ട് പീരീഡിൽ നമുക്കത് കിട്ടി എന്നുള്ളതാണ് ഒരു സന്തോഷം. അപ്പോൾ അത് എന്തോ വലിയൊരു അംഗീകാരമായിട്ട് തന്നെ അത് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി തന്നെ പറയുന്നതാണ്, മോണിറ്റൈസ് ആയതിനു ശേഷം ഉഴപ്പ് കാണിക്കരുത് എന്നുള്ളതാണ്. അതെ, മോണിറ്റൈസ് ആയതിനു ശേഷവും ഇപ്പൊ ചെയ്തതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുമെങ്കിൽ അത്ര ഇട്ടോണ്ടിരിക്കണം. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാണ്, നമുക്ക് വേണ്ടി തന്നെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. കാര്യം മോണിറ്റൈസ് ആയതിനു ശേഷം
നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഈ 1 വീക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ്റെ ടൈം എടുത്തു, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഇടുന്നതിനകത്ത് നല്ല രീതിയിൽ ഉഴപ്പ് കാണിച്ചു. പിന്നെ ഒരു സൈഡ് നമുക്ക് സോങ്സ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ളതായി. ക്രിസ്മസ് ആ ടൈമിൽ എന്തോ ഒരു 15 ഡേയ്സ് ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു നമ്മൾ തന്നെ ഉഴപ്പുന്നുണ്ട് എന്നത് മനസ്സിലായി. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കുക. ആ നമ്മൾ തുടർന്ന് വന്നിട്ടുണ്ടിരുന്ന അതേ ഒരു ഫ്ലോ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. പിന്നെ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ടിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇത്രയും സപ്പോർട്ട് ചെയ്തു, ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ആർക്കും കിട്ടാത്തൊരു അംഗീകാരം വാങ്ങി തന്നു. അതെല്ലാം നമ്മുടെ ഈ 1100 സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു വലിയ 180 സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു വലിയൊരു എന്താ വളരെ വലിയൊരു ഗിഫ്റ്റാണ്. നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് നിങ്ങൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളും തിരിച്ച് അതേപോലെ ആ ഒരു റെസ്പോൺസിബിൾ ആയിരിക്കും. നമ്മൾ നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള കണ്ടന്റ്സ് എല്ലാം നമ്മൾ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാ ദിവസവും വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് എങ്കിലും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫുൾ കാണണം, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ 2024 2025 വന്നപ്പോൾ പുതിയൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഒഫീഷ്യലി യൂട്യൂബിന്റെ പാർട്ട്നേഴ്സ്, യൂട്യൂബിന്റെ മോണിറ്റൈസ്ഡ് ചാനലിൽ ഒരെണ്ണം നമ്മുടേതുമാണ് എന്നുള്ള ഒരു യൂട്യൂബ് പാർട്ട്ണർ ആയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ നമ്മളിപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.